എല്ലാവരും പൊതുവെ വ്യാപകമായി പറയാറുള്ള ഒന്നാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റികളുണ്ട് എന്നത്. ഇത് പുതിയ കാലത്ത് നമ്മൾ അധ്യാപനത്തിൽ താത്വികമായി മാറേണ്ടതുണ്ട് എന്ന് പറയാനാണെങ്കിൽ ഞാൻ എതിർവശത്താണ്. മറിച്ച് എല്ലാ കാലത്തും ഒരു അധ്യാപകൻ എങ്ങനെയാകണം എന്നത് താത്വികമായി ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരുപക്ഷെ ചരിത്രത്തിൽ അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപകൻ എന്ന ടൈറ്റിൽ നേടിയ അധ്യാപകനാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ബഹുമാന്യരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുക്കൽ പഠിക്കാൻ വേണ്ടി വരുന്ന തൻ്റെ പഠിതാക്കൾ, ആ പഠിതാക്കളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം സ്ഥിര പഠിതാക്കളാണ്, സ്ഥിരമായി പഠിതാക്കളാണ്. അത്തരം പഠിതാക്കളെ മറ്റു നാട്ടിലേക്ക് അധ്യാപനത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശം ഏതൊരു ടീച്ചിങ് എയ്ഡ്സിൻ്റെയും ഏതൊരു ടീച്ചിങ് മെത്തഡോളജിയുടെയും എസെൻഷ്യലായ മാർഗനിർദ്ദേശമാണത്. അതെന്താണ്? ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഈ വാക്കിന്റെ അർത്ഥം രണ്ടുപേരെയായിരുന്നു അന്ന് ആ തവണ അയക്കുന്നത്. അവരോട് പറയുന്നത്, നിങ്ങൾ അധ്യാപനം നടത്തുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. നിങ്ങൾ അധ്യാപനം നടത്തുമ്പോൾ ഈ അധ്യാപനം കിട്ടുന്ന ആൾക്ക് ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. രണ്ട്, യസ്സിറ, അവർക്ക് ഈസിയസ്റ്റ് ആയിരിക്കണം, എളുപ്പമായിരിക്കണം. BEdോ TTCയോ NTTCയോ PPTCയോ ഏത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലെ പാർട്ട് പഠിച്ചാലും നിങ്ങൾ വ്യാപകമായി അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ പരിശോധിച്ചാൽ, അതിൽ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പരിശോധിച്ചാൽ ഈ രണ്ട് എസെൻഷ്യൽ ഏരിയയിലേക്കാണ് അതിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും ചെന്ന് അവസാനിക്കുന്നത്. ബശ്ശിറ വലാ തുഅസ്സിറ, യസ്സിറ വലാ തുഅസ്സിറ. എപ്പോഴും അധ്യാപകനും വിദ്യാർത്ഥിക്കും എന്ത് ഫീൽ ചെയ്യണം? ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കണം ടീച്ചിങ്. രണ്ടാമത്തത്, മാക്സിമം ഈസിയസ്റ്റ് ആയിരിക്കണം. മടുപ്പിക്കലാകരുത്, ഡിഫിക്കൽറ്റി ആകരുത്, ബുദ്ധിമുട്ടാകരുത്, പ്രയാസപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതും മടുപ്പിക്കുന്നതുമാകരുത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മുടെ മെത്തഡോളജിയിൽ എവിടെയെങ്കിലും ഇത് എല്ലാ കാലത്തും ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുതിയ കാലത്തെക്കുറിച്ച് വ്യാപകമായി പറയാറുണ്ട് ആൽഫ ജനറേഷനാണ്. മറ്റൊരു ജനറേഷൻ കൂടി പറഞ്ഞു തുടങ്ങുന്നു. ആൽഫ ജനറേഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ എന്താണ്? ഇവർ ഡിവൈസുകളുടെ ലോകത്താണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഫോണില് ഇതാണ് ഐഫോണാണ്. ഐഫോണിൽ എനിക്കറിയാവുന്നതിനേക്കാൾ ഭംഗിയായിട്ട് വളരെ പെട്ടെന്ന് അതിലെ എല്ലാ ഫെസിലിറ്റീസും അതിലെ എല്ലാ ഉപയോഗവും എൻ്റെ കുട്ടികൾ വളരെ പെട്ടെന്ന് അത് ചെയ്യും. ഞാനൊരു പക്ഷേ അത് ചെയ്യണമെങ്കിൽ എനിക്കതിൻ്റെ ഇൻസ്ട്രക്ഷനുകൾ, നിർദ്ദേശങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും അത് സെർച്ച് ചെയ്യണം. എന്നിട്ട് വേണം എനിക്ക് മനസ്സിലാകാൻ. അവർ സെർച്ച് ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് അതിലെ ഐക്കൺസ് നോക്കുമ്പോൾ തന്നെ ആ ഐക്കൺ അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. ഡിവൈസുകളോട് ഇണങ്ങി നിൽക്കുന്നു എന്നത് കാര്യമായി പറയുന്നൊരു വിഷയമാണ്. നമ്മൾ കരുതുന്നത് ഇത് നെഗറ്റീവാണെന്നാണ്. ഞാൻ പറയുന്നു ഇത് നെഗറ്റീവ് അല്ല എന്ന്. ഈ ജനറേഷനെ നിങ്ങൾ ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത് ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് പറയാനാണെങ്കിൽ അത് തെറ്റാണ്. മറിച്ച് അതൊരു സാധ്യതയാണ്. ആൽഫ ജനറേഷനിൽ ഡിവൈസുകളോട് അവർ ഇണങ്ങുന്നു എന്നത് ഒരു സാധ്യതയാണ്, അതൊരു പ്രശ്നമല്ല. ആണോ? ഡിവൈസുകൾ എന്ന് പറയുന്നത് നേരത്തെ നമുക്ക് കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ വേണമായിരുന്നു. കാൽക്കുലേറ്റർ ആവശ്യമില്ല. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ, ചെറിയ നാളിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചൂട്ട് കത്തിച്ചിട്ട് യാത്ര പോകുന്നത് ഓർമ്മയുണ്ട്. അതിനുശേഷമുള്ള കാലത്ത് വ്യാപകമായി രാത്രി
വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആവശ്യങ്ങൾക്ക് പോകുന്നവരുടെ കയ്യിലൊക്കെ ടോർച്ചുകൾ ഉണ്ടാകുമായിരുന്നു. കുറച്ചു കാലത്ത് ബാറ്ററി ടോർച്ചുകൾ, പിന്നീട് ഇലക്ട്രിക് ഇതുള്ള ടോർച്ചുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ടോർച്ചുകൾ കാണുന്നുണ്ടോ? എന്തുകൊണ്ട്? മൊബൈലിലുണ്ട്. ഇനി പുസ്തകങ്ങൾ പലപ്പോഴും ഇത്തരം സെഷനുകളിലൊക്കെ വരുമ്പോൾ പുസ്തകങ്ങൾ കുറയാണ്. എന്താ കാരണം? മൊബൈലിൽ എഴുതാം. പേന തന്നെ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും പേന ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പേന ചുരുങ്ങുകയാണ്, പലപ്പോഴും പേന നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? പേന ഇല്ലെങ്കിലും എനിക്ക് എഴുതാം. പേന ഇല്ലെങ്കിലും എനിക്ക് ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ വിരൽ കൊണ്ട് എഴുതാം എൻ്റെ ഫോണിൽ. ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ. ഞാൻ കുറച്ചുകൂടി മുമ്പുള്ള കാലയളവിൽ പല കത്തുകളും പോസ്റ്റലായിട്ട് അയക്കുമായിരുന്നു. ഇന്ന് പോസ്റ്റൽ ഉപയോഗം വളരെ ചുരുങ്ങി. എന്തുകൊണ്ടാ? നിമിഷങ്ങൾ കൊണ്ട് കത്തെഴുതി അയക്കാം. ഇങ്ങനെ നിരവധി ഉപയോഗങ്ങൾ നമ്മുടെ ഇടയിലേക്ക് സാധ്യമാക്കി തരുന്ന ഡിവൈസുകളെ എന്തിനും നെഗറ്റീവ് എന്ന് പറയുന്നത്?